മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ 2 ആത്മാഭിമാനം തോന്നുന്ന പ്രഭാഷണ പരിപാടികളായിരുന്നു കോട്ടയത്ത്. കുറച്ച് സമയം കോട്ടയത്ത് ലഭിച്ചപ്പോൾ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ, ഫ്ലക്സ് ഒന്നും അടിക്കാതെ, നോട്ടീസുകളൊന്നും കൊടുക്കാതെ, പത്രമാധ്യമങ്ങളിൽ പോലും വരാതെ SMS മാത്രം കൊടുത്ത് തിരുനക്കര ക്ഷേത്രത്തിനടുത്തുള്ള സ്വാമിയാർ മഠത്തില് കുടുംബ ബന്ധങ്ങളെ കുറിച്ചൊരു ക്ലാസ് എടുത്തു. കറക്റ്റ് 3:30 മണിക്ക് തുടങ്ങി. 5 മണിക്ക് വർക്കിംഗ് ഡേ ആണ്, തിങ്കളാഴ്ച. ആ ക്ലാസ്സിൽ ഏതാണ്ട് 300 പേര് പങ്കെടുത്തു. സ്പോട്ട് SMS കൊടുത്തിട്ട് ആയിരുന്നു ഇങ്ങനൊരു ക്ലാസ്. കുടുംബജീവിതത്തിലെ 2 കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്ന്, മനുഷ്യരുടെ മനസ്സ് മാറണം. 2, നമ്മളുടെ പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവണം, വീക്ഷണത്തിൽ മാറ്റം ഉണ്ടാവണം. ഇത് രണ്ടുമാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ യഥാർത്ഥത്തിൽ പാരമാർത്ഥിക സത്യം അറിയണം. നമ്മൾ ആരും ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല. അതേപോലെ വ്യാവഹാരിക സത്യം അറിയണം. ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഭാവി കാലം വർത്തമാനകാലമാവും, വർത്തമാനകാലം ഭൂതകാലമാകും. ഒരിക്കലും പാസ്റ്റ് പ്രസന്റിലേക്ക് തിരിച്ചു വരില്ല, പ്രസന്റ് ഫ്യൂച്ചറിലേക്കും തിരിച്ചു പോവില്ല. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും ജീവിക്കുന്നിടത്തോളം ധന്യമായി ജീവിക്കാൻ സാധിക്കണം. പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞ് 2 കാര്യത്തിൽ നിന്നും ശ്രദ്ധിക്കണം. അമ്മയെയും അച്ഛനെയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. വെളുത്ത തൊലി വേണമോ കറുത്ത തൊലി വേണമോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഏത് വീട്ടില്, ഏത് ഗ്രാമത്തില്, ഏത് ജില്ലയില്, ഏത് സംസ്ഥാനത്ത്, ഏത് രാജ്യത്ത് ജനിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള നമുക്ക് 2 സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഒന്ന്, നമ്മളുടെ മനസ്സ് എങ്ങനെ നിലനിർത്തണം, ആ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. നമ്മളുടെ പ്രവൃത്തികൾ, കുടുംബാന്തരീക്ഷത്തിൽ നമ്മളുടെ പ്രവൃത്തികൾ, ബിഹേവിയർ എങ്ങനെയുള്ളതായിരിക്കണം, അതും പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക. അങ്ങനെ വീക്ഷണവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സും പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ശരീരവും നമ്മളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കൊണ്ട് ധന്യമായിട്ടുള്ള ജീവിതം. ഇന്നലെ ചെയ്ത തെറ്റുകൾ ഇന്ന് തിരുത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലും നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലും തെറ്റുകൾ വരാത്ത വിധത്തിൽ സൂക്ഷിക്കാം, ശ്രമിക്കാം. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കണം. എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് ഏറ്റുപറയാൻ സാധിക്കണം. ദേഷ്യപ്പെടുമ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് ഓർമ്മിക്കണം. അഹങ്കരിക്കുമ്പോഴും അഹങ്കരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് ഓർമ്മിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു. ഒരു അസാധാരണമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറേ വ്യക്തികൾ കാറിൽ വന്നിരുന്നു, നടന്നു വന്നിരുന്നു, ബസ്സിൽ വന്നിരുന്നു. ഇവരിൽ 2-3 വ്യക്തികൾ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ട് വീട് വിട്ടു പോയിട്ട് കുറേ കാലമായി, ഞാൻ ഇന്ന് അവളെ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. ഇനി മുതൽക്ക് എൻ്റെ പെരുമാറ്റത്തിൽ കുറേ വ്യത്യാസം ഉണ്ടാവും സാർ. ഇതൊന്നും യഥാർത്ഥത്തിൽ അറിയാമെങ്കിലും ചിന്തിക്കാറില്ല, നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല. ആര് വലുത് ആര് ചെറുത് എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പതിവ് എന്നെല്ലാം കുറേ പേര് വന്ന് പറഞ്ഞു. ഏതായാലും അവരോട് പറഞ്ഞു, ഒരു വ്യക്തി പറഞ്ഞതിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യേണ്ട, നിങ്ങൾക്ക് ശരി ഏതെന്ന് തോന്നുന്നത് ചെയ്യുക. ഒരു കാര്യം എന്നും ഓർമ്മിക്കുക, നമ്മുടെ സ്വർഗവും നരകവും പുറത്തു നിന്നാരുമല്ല നമുക്ക് തരുന്നത്.
നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വർഗവും നരകവും എല്ലാം പണിയുന്നത്. ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരിയുള്ള മുഖവും വെച്ചുകൊണ്ട് ജീവിക്കണോ, സന്തോഷത്തോടു കൂടി ജീവിക്കണമോ, ചിരിച്ചും ചിരിപ്പിച്ചും കൊണ്ട് ജീവിക്കണമോ, നന്മകൾ കേട്ടും കേൾപ്പിച്ചും കൊണ്ട് ജീവിക്കണോ, നന്മകൾ കണ്ടും കാണിപ്പിച്ചും ജീവിക്കണോ, നന്മകൾ ചർച്ച ചെയ്തും ചർച്ച ചെയ്യിപ്പിച്ചും ജീവിക്കണോ, ചിന്തിച്ചും ചിന്തിപ്പിച്ചും ജീവിക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇത് പുറത്തു നിന്ന് ആരുടെയും സ്വാധീനം വേണ്ട. ആരെങ്കിലും ഇതെല്ലാം ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന നന്മ നിറഞ്ഞ അറിവുകൾ അത് ഉയരണം, വളരണം എന്ന് മാത്രം ഓർമ്മിക്കുക. എല്ലാം അവിടെ 1.5 മണിക്കൂർ കൊണ്ട് വിവരിച്ചു. ധന്യമായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ പരമ്പരയായിരുന്നു യഥാർത്ഥത്തിൽ. അവരിൽ ഓരോരുത്തരിലും ഉണ്ടായ റെസ്പോൺസ് ശാന്തമായിട്ട് അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അവിടെയുള്ള സ്വാമിയാർ മഠത്തിലെ മധുചേട്ടനും സോമൻ ചേട്ടനും പിന്നെ അവിടെയുള്ള കുറേ ആൾക്കാരും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പെട്ടെന്ന് തീരുമാനിച്ചത് വളരെ ധന്യമായിട്ട് നടന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് പാലായിലേക്കാണ്. പാലാ ഹിന്ദുമത സമ്മേളനം ഏതാണ്ട് 1000-ലധികം ആൾക്കാർ പങ്കെടുത്തിരുന്നു. വളരെ ഗംഭീരമായിരുന്നു. പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് 9:30 മണി വരെ, 7 തൊട്ട് 9:45 വരെ നീണ്ടു നിന്ന ക്ലാസ്. പദാനുപദം പഠിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ആ 9:30 മണിയായിട്ടും വർക്കിംഗ് ഡേ ആയിട്ടും അവർക്ക് പോകണമെന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പഠിക്കാനുള്ള മനുഷ്യരുടെ ആഗ്രഹം അത് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. മാത്രമല്ല പാലാ ഹിന്ദു മീനച്ചിൽ നദീതട ഹിന്ദു സമ്മേളനത്തിൽ വെറും 7 ദിവസത്തെ പ്രഭാഷണങ്ങൾ മാത്രമല്ല, ഹൈന്ദവ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവര് ശ്മശാനം ഒരുക്കലും ആചാരപ്രകാരം ശവമടക്കലും ബ്ലഡ് ഡൊണേഷനും അതുപോലെ പാലിയേറ്റീവ് കെയർ സെന്റർ തുടങ്ങലും ഇനി ഒരു വാനപ്രസ്ഥ ആശ്രമം തുടങ്ങലും എല്ലാം പ്രൊഫഷണലി വളരെ ഗംഭീരമായിട്ട് അവർ നടത്തുന്നു. അതിലവർ അഭിമാനിക്കുന്നു എങ്കിൽ അഹങ്കരിക്കുന്നില്ല. വളരെ ശാന്തമായ ഭാഷയിൽ ഇതൊക്കെ നമുക്ക് വിവരിച്ചു തരുമ്പോഴും എല്ലാ യുവാക്കളും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് പ്രായമായവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് എല്ലാ ജാതിയിലും വിഭാഗത്തിലും പെട്ടവര് സഹകരിച്ച് ധന്യമായ ഒരു ക്ലാസ്. പാലായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഏതാണ്ട് 10:30 മണിക്കാണ് സാധിച്ചത്. അത്രയും റെസ്പോൺസ് ആയിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയത് ഏതാണ്ട് ഇന്ന് രാവിലെ 3 മണിക്കാണ്. ഇപ്പോഴും ഒരു വലിയ ആത്മാഭിമാനം തോന്നി. സ്വീകരിക്കാൻ 10,000-ങ്ങളുണ്ട്. അവിടെ പങ്കെടുത്തവരോട് എല്ലാവരോടും പറഞ്ഞു, ഒരു വിഷയമെങ്കിലും നിങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണം. എത്ര പേരെ എത്ര സമയം പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും സമയം പഠിപ്പിക്കുക. ഒരിക്കലും സമയമില്ല എന്നുള്ളത് പറയരുത്. എല്ലാവർക്കും സമയമുണ്ട്. നമ്മുടെ വീട്ടിലെ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. ഒരു തുളസിത്തറ ഉണ്ടാവണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. നമുക്ക് സാധിക്കുന്ന നന്മകൾ ചെയ്യണം. ശബരിമലയിലും ഗുരുവായൂരിലും കൊണ്ടുപോയിട്ട് കോടികൾ ഇടുന്നതിന് പകരം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കാനായിട്ട് അവിടെ സമർപ്പിക്കണം. ഇതേപോലെയുള്ള ധന്യമായിട്ടുള്ള സംരംഭങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ആരും കൈനീട്ടി മുമ്പിൽ വന്നൊന്നും വരില്ല. രാഷ്ട്രീയക്കാരും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരുമെല്ലാം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ഹിന്ദുക്കളെയും മാത്രമാണ് അവഹേളിക്കുന്നത്, കൈയിട്ട് വാരുന്നത്. പക്ഷേ അവർ കൈയിട്ട് വാരാൻ കാരണം നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ്. ആ കൊടുക്കുന്നത് അവിടെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ചവിടെ കൊടുക്കുക, ബാക്കിയുള്ളത് ഇതുമാതിരിയുള്ള ധന്യമായിട്ടുള്ള
കർമ്മത്തിന് കൊടുക്കാൻ അപേക്ഷിച്ചു. അക്ഷരാർത്ഥത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് 2.25 മണിക്കൂർ ആ പ്രഭാഷണം കേൾക്കാനിരുന്നവരുടെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ആ ക്ലാസ് അവസാനിപ്പിച്ചത്. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. വാങ്ങിക്കാൻ, സ്വീകരിക്കാൻ 10,000-ങ്ങളുണ്ട്. കുറേ കാലം മുമ്പ് വരെ നമ്മളുടെ പൈതൃകത്തോടും നമ്മുടെ സംസ്കാരത്തോടുമൊക്കെ പുച്ഛവും അവഹേളനവും എതിർപ്പുമായിരുന്നു. ഇപ്പൊ എതിർത്തുകൊണ്ടിരുന്നവർ തന്നെ ശബരിമലയിൽ ചെന്ന് ദേവസ്വം മന്ത്രിയായാലും പഴയ ദേവസ്വം മന്ത്രിയായാലും പലപ്പോഴും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായാലും ശബരിമലയ്ക്ക് മുമ്പിൽ ചെന്ന് തൊഴുത് തീർത്ഥവും പ്രസാദവും വാങ്ങിക്കുന്ന ലെവലിലേക്ക് ഇടതുപക്ഷം വന്ന് നിൽക്കുന്നൊരവസ്ഥ. 10-30 ലക്ഷം ബംഗാളികള് ഗംഗാനദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന ഭാഗത്ത് കുളിക്കാൻ വന്ന് അതിൽ 4-5 പേര് മരിക്കുക, തിരക്കിലും പെട്ട. 35 വർഷം കമ്മ്യൂണിസം കുടികുത്തി വാണ ആ ബംഗാളില് 10-25-30 ലക്ഷം പേര് ഗംഗാനദിയിൽ കുളിക്കാനായിട്ട് വരുന്നു എങ്കിൽ നമ്മളുടെ ആ സംസ്കാരത്തിൻ്റെ മഹത്വവും ഹൈന്ദവ പൈതൃകവും എത്ര ധന്യമായിട്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. ശരിക്ക് മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഹിന്ദുധർമ്മം തുടച്ചു നീക്കപ്പെടേണ്ട 950 വർഷത്തെ വിദേശ ഭരണം, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഭരണം, അതിനുശേഷം അതേ സ്വഭാവമുള്ളവരും പുരോഗമനവാദികൾ എന്ന് പറഞ്ഞ് ഭാരതീയ പൈതൃകത്തെ അവഹേളിക്കുന്നവരുമായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങൾ ഭരിച്ചു. എന്നിട്ടും ഈ സംസ്കാരം ഇന്ന് നിലനിൽക്കുന്നു, ധന്യമായി നിലനിൽക്കുന്നു. 14 ലക്ഷം പേര് ഗംഗയിൽ കുളിക്കാൻ മകരസംക്രാന്തിയിൽ വരും. ഗംഗാനദി ബംഗാളിൽ വന്ന് ചേരുന്ന സ്ഥലത്ത് എന്ന് ധരിച്ചപ്പോൾ അത് 10-28 ലക്ഷം ക്രോസ് ചെയ്തു. വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ ആരുമാവട്ടെ, നമ്മുടെ ആ പൈതൃകത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവര് ആ പൈതൃകത്തിൻ്റെ ഓരോ അംശവും അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കണം. എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണെന്ന് ഉദാഹരണ സഹിതം വിവരിച്ചു കൊടുത്തിട്ടാണ് ആലായിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്രയായത്. ഈ അനുഭവം പറയുമ്പോൾ സംതൃപ്തിയുണ്ട്. പ്രണാമം, നമസ്കാരം.